ശ്രീമതി മേരി ജോർജ്, ഇവിടെ ടീച്ചറിന് പെൻഷൻ കിട്ടിയോ? നല്ല ചോദ്യം. മിസ്റ്റർ വേണു, ഇതുവരെ എന്റെ പെൻഷൻ കിട്ടിയിട്ടില്ല. എപ്പ തരും? ഞാൻ തീർച്ചയായും ആകുല ചിത്തയാണ്. എന്നാണ് എന്റെ പെൻഷൻ കിട്ടുക എന്ന് യാതൊരു അറിവുമില്ല. ചേട്ടന്റെ രൂപ ഞാനിപ്പ തരും. അടുത്ത പൂരത്തിന് തരും. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണം? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ഘട്ടം ഘട്ടമായി കിട്ടുമെന്ന് പറയുന്നു. കയ്യിൽ കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയാനൊക്കൂ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഇനി മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ അത് മറച്ചു വെച്ചിരുന്ന കാര്യം, അതായത് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഓർമ്മിക്കുക, 144 ദിവസമാണ് ഒരു സംസ്ഥാനത്തിന് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാവുന്നത്. വേണു പറഞ്ഞു തുടങ്ങിയത് പ്രജയ്ക്കില്ല, രാജാവിനുണ്ട്. അതെ, ഇവിടെ സാധാരണ LDF എന്ന രാജാവ് മഹാരാജാവ് ഭരിക്കുമ്പോൾ എന്താണ് സാധാരണ പ്രജകളെ അവർക്ക് പ്രശ്നമേ അല്ല. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അവര് പൗരപ്രമുഖരെയാണ് കണ്ടു നടക്കുന്നത്. പൗരപ്രമുഖരുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ നടക്കുന്നത്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് അല്ലാതെ സാധാരണ പ്രജകളുടെ അല്ല. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മിസ്റ്റർ വേണു വെച്ച് പുലർത്തരുത്. അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? ഗവേണൻസിന്റെ എഫിഷ്യൻസി 100% മാറ്റുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രി അല്ലാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. ഇതൊന്നും അന്വേഷിക്കാൻ നോക്കി നിൽക്കാതെയാണ് കേരളീയം നവകേരള സദസ് മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ പറന്നു നടക്കുന്നത്. ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ പെൻഷൻകാരെയും ജീവനക്കാരെയും എല്ലാം ചേർത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഡൽഹിക്ക് പോകാൻ റെഡിയാണ് എന്ന്. അതിന് സജ്ജമാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മാനസികമായി സജ്ജമാകൂ നിങ്ങൾ. പുളിശ്ശേരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്.